ഹായ് ഹലോ സാലിപ്പോൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ലിയാന ബേബിയുടെ സെക്കൻഡ് ഹാപ്പി ബർത്ത്ഡേയുടെ ചെറിയൊരു വ്ളോഗാണ് ചെയ്യുന്നത്. ഒരു യൂണിക്കോണിൻ്റെ പിക്ചറെല്ലാം വെച്ച കേക്കായിരുന്നു ഞങ്ങൾ മേടിച്ചത്. ദുബായിൽ ആയിരുന്നു സെക്കൻഡ് ഹാപ്പി ബർത്ത്ഡേ. സെക്കൻഡ് ഹാപ്പി ബർത്ത്ഡേക്ക് വലിയ ആൾക്കാരൊന്നുമില്ല, ചെറിയ കുറച്ച് ഞങ്ങളും മോളും ഹസ്ബൻഡും കുറച്ച് ഫ്ലാറ്റിലടുത്തുള്ള ലിയാന ബേബിയുടെ ഒരു 4 ഫ്രണ്ട്സിൻ്റെ ഫാമിലി ആയിട്ടുള്ള ചെറിയൊരു ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു. ഈ ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ബ്രൗൺ തീമായിരുന്നു ഞങ്ങളെല്ലാവരും കളർ തീമായിട്ട് എടുത്തത്. ലിയാന ബേബി ഭയങ്കര ഹാപ്പി സന്തോഷത്തിലായിരുന്നു. ഫ്രണ്ട്സും എല്ലാവരും ഉള്ളതുകൊണ്ട് വീടെല്ലാം ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്ത് ഞങ്ങളുടെ ഫ്ലാറ്റിൽ, മോളുടെ ഫ്ലാറ്റിൽ തന്നെയായിരുന്നു ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ. നമ്മുടെ ദുബായിൽ വളരെ ചിലവ് കൂടിയൊരു സ്ഥലമായതുകൊണ്ട് കുറച്ച് ഫുഡെല്ലാം ഞങ്ങൾ തയ്യാറാക്കി. ഒരു ചെറിയ കിച്ചണാണെങ്കിൽ പോലും ഫുൾ ഫുഡും നമ്മൾ വീട്ടിൽ തന്നെ ഞാനും മോളും കൂടി തയ്യാറാക്കി. ഞങ്ങൾ ഫുഡ് ചിക്കനും ഫിഷും എല്ലാം മേടിച്ചത് ഫ്രഷ് ടു ഹോം ഏജൻസിയിൽ നിന്നായിരുന്നു. അപ്പോൾ വളരെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചിക്കനും, ഒരു 1 kg ചിക്കൻ നമുക്ക് ഓർഡർ ചെയ്താൽ നല്ല 1 കിലോ ചിക്കൻ ലൈവ് ചിക്കൻ മീറ്റ് നമുക്ക് കിട്ടും. പിന്നെ ഐക്കൂറ നമ്മുടെ നെയ്മീനായിരുന്നു മേടിച്ച്, അതും നല്ല ഫ്രഷായിട്ട് കിട്ടി. ഇവർ ആദ്യമായിട്ടാണ് ഈ ഫ്രഷ് ടു ഹോമിൽ നിന്ന് നമ്മൾ ഫുഡ് ചിക്കനും ഫിഷും എല്ലാം ഓർഡർ ചെയ്ത്. അപ്പം നമ്മളൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി. അപ്പം നമ്മൾ 1 കിലോയുടെ ഒരു 6 kg ചിക്കൻ മേടിച്ചു. അപ്പം 6 kg ചിക്കൻ മേടിച്ചപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 12 കാല് കിട്ടി. 6 kgക്ക് 12 ലോലിപ്പപ്പ് ഉണ്ടാക്കാൻ വേണ്ടി കിട്ടി. അപ്പം ഞങ്ങൾ കുറച്ച് ചിക്കൻ എടുത്ത് അതിൽ നിന്ന് മുറിച്ചെടുത്തിട്ട്, ചിക്കൻ പീസായിട്ടാണ് കിട്ടിയത്. അപ്പം അത് മുറിച്ചെടുത്തിട്ട് ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കി. പിന്നെ ഫിഷ് കറി ഉണ്ടാക്കി. പിന്നെ ബീഫ് നമ്മുടെ നാട്ടിൽ നിന്ന് ബീഫ് ഫ്രൈ കൊണ്ടുവന്നായിരുന്നു, അത് തേങ്ങയെല്ലാം കൊത്തിയിട്ട് ബീഫ് ഫ്രൈ ആക്കി. പിന്നെ ചിക്കൻ ബിരിയാണിയുടെ വലിയ പീസിലുള്ള ചിക്കൻ ലോലിപ്പപ്പാക്കി. നമ്മൾ അതിൻ്റെ കാലെടുത്തിട്ട്, പിന്നെ ചിക്കൻ ലോലിപ്പപ്പിൻ്റെ കാലിന് ഭയങ്കര വലിയ വിലയാണ്. അപ്പം ഈ നമ്മുടെ കറിയുടെ ചിക്കനിൽ നിന്ന് അതിൻ്റെ കാലെടുത്ത് ലോലിപ്പപ്പാക്കി നമ്മൾ ബിരിയാണിക്ക് ഉണ്ടാക്കി. അങ്ങനെ അപ്പം അതുകൊണ്ട് നമുക്ക് വളരെ എക്കണോമിക്കലായിട്ട് പൈസ കുറച്ച് ഈ ഭക്ഷണമൊക്കെ തയ്യാറാക്കാൻ പറ്റി. അപ്പം നമുക്ക് അത്രയും ആൾക്കാർക്കുള്ള, എനിക്ക് തോന്നുന്നു അതിന് മുമ്പും കുറച്ച് ചിക്കൻ നമ്മൾ ഈ ഫ്രഷ് ഹോമിൽ നമ്മൾ മേടിച്ചായിരുന്നു എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ കാലം കൂടി നമ്മൾ പ്ലാൻ ചെയ്ത് ലോലിപ്പപ്പ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തു വെച്ചപ്പോൾ ഒരു 20 ലെഗ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലോലിപ്പപ്പ് ഉണ്ടാക്കി ഫോയിൽ പേപ്പറെല്ലാം പൊതിഞ്ഞ് അടിപൊളിയാക്കി. പിള്ളേരെല്ലാം അവളുടെ ഫ്രണ്ട്സെല്ലാം ആയിട്ട് കളിക്കുന്നു. അവരുടെ ഫ്രഷ് ഹോമിൻ്റെ ഫിഷും ചിക്കനും എല്ലാം നല്ല ഫ്രഷ് തന്നെയായിരുന്നു, ഒരു കുഴപ്പമില്ല. നമുക്ക് പിന്നെയാണെങ്കിലും കൂട്ടാം. പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് ജനുവരി ആണല്ലോ, ചക്കയുടെ സീസണായിട്ട് ചക്ക വേവിച്ച് കൊണ്ടുവന്നായിരുന്നു, അതെടുത്തു. പിന്നെ അരിപ്പൊടി വറുത്ത് കൊണ്ടുവന്നുകൊണ്ട് അതുകൊണ്ട് നമ്മുടെ നാടൻ പിടി ഉണ്ടാക്കി. നമ്മുടെ പച്ചമാങ്ങ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു, പച്ചമാങ്ങയുടെ ചമ്മന്തി ഉണ്ടാക്കി. പപ്പടം ഇവിടുന്ന് മേടിച്ചു, പപ്പടം ഇവിടുന്ന് പൊള്ളിച്ചെടുത്തു. പിന്നെ നല്ല പ്ലേറ്റ് ആയിരുന്നു, കുറച്ച് ഇതുള്ള എല്ലാം സൈഡ് ഡിഷെല്ലാം വെക്കാൻ പറ്റിയ ഡിസ്പോസിബിൾ പ്ലേറ്റ് മേടിച്ചു. അങ്ങനെ എല്ലാം ബിരിയാണി, കട്ട്ലറ്റ്, ബീഫ് ഫ്രൈ, ചക്ക വേവിച്ച്, പിടി, പിന്നെ ഐസ്ക്രീമും വിത്ത് ഫ്രൂട്ട്സ് എല്ലാം മേടിച്ച് നമ്മൾ കുറച്ച് പണിയാണെങ്കിലും എല്ലാം അറേഞ്ച് ചെയ്തു. അങ്ങനെ ചിക്കൻ ലോലിപ്പപ്പ്, അങ്ങനെ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ നല്ല ഡിഷൊക്കെ ഉണ്ടാക്കി. നല്ലൊരു ബർത്ത്ഡേ ആയിരുന്നു. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 1ാം ബർത്ത്ഡേയുടെ വീഡിയോ ഇത് എല്ലാം എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതുവരെ ഇടാൻ പറ്റിയില്ല. 1ാം ബർത്ത്ഡേയുടെ വീഡിയോ ഞാൻ ഇതിന് ശേഷം ഇടുന്നതായിരിക്കും. അങ്ങനെ സാലഡ് ഉണ്ടാക്കി. അങ്ങനെ നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ.